ഹലോ അസ്സലാമു അലൈക്കും. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നന്മയും അള്ളാഹുവിൻ്റെ അനുഗ്രഹമൊക്കെ ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മളിന്നിവിടെ സാമ്പാറാണ് ഉണ്ടാക്കാൻ പോണത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സാമ്പാർ തന്നെ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാമെന്ന് മാത്രം. ഇന്ന് ഞാനല്ല, എൻ്റെ പേരക്കുട്ടിയായ ഐദിൻ അഹമ്മദാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി ഇട്ട് ഞാൻ ഉണ്ടാക്കുന്ന മോഡലാണ്. പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഇടാം, പിന്നെ എല്ലാ കഷ്ണങ്ങളും ഇടും. വെളുത്തുള്ളി ഇട്ടു, പച്ചമുളക്, സവാള, തക്കാളി, ചക്കക്കുരു, പിന്നെ ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പിന്നെ കഷ്ണം എന്താ ഉള്ളത് അതൊക്കെ ഇടാം. സാമ്പാറല്ലേ, നമുക്ക് എന്ത് വേണമെങ്കിലും പറമ്പിൽ പോയാൽ എന്തെല്ലാം സാധനങ്ങൾ കിട്ടും. ചേമ്പ്, ചേന, മത്തൻ, മറ്റേ മുരിങ്ങ, ചേമ്പും തണ്ട്, ഉണ്ണിത്തണ്ട് എല്ലാം ഇടാം സാമ്പാറിൽ. നമ്മളങ്ങനെയാണ് ഉണ്ടാക്കുക. അവിയൽ പരുവത്തിൽ എല്ലാം ഇടാം. അങ്ങനെ അതിട്ടു. നന്നായിട്ടൊന്ന് വാടുക. നന്നായിട്ടൊന്ന് വാടിയതിൻ്റെ ശേഷം മസാലകൾ ഏകദേശമൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ, നല്ല വെളിച്ചെണ്ണ ഇട്ടാൽ, നല്ല പ്യുവർ വെളിച്ചെണ്ണയാണ്. ഞങ്ങളിവിടെ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കുള്ളൂ, വേറെ ഒരു ഓയിലോ ഒന്നും ഉപയോഗിക്കാറില്ല. പിന്നെ അതാണ് ഞങ്ങൾക്ക് ആരോഗ്യത്തിൻ്റെ രഹസ്യം. മസാലകളെല്ലാം ആ വെളിച്ചെണ്ണയിലൊന്നിട്ടിട്ട് ഒന്ന് നന്നായി താളിച്ച്, അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അതിന് ശേഷം കറക്റ്റ് ഉപ്പിടും. കല്ലുപ്പാണ് നമ്മളിവിടെ ഉപയോഗിക്കുക. പൊടിയുപ്പ് വാങ്ങാറേ ഇല്ല. ഇനിയിപ്പോൾ അങ്ങനെ പൊടിപ്പിൻ്റെ ആവശ്യത്തിന് നമ്മൾ കല്ലുപ്പ് നന്നായി പൊടിച്ചിട്ട് ഒരു ഭരണിയിലാക്കി വെക്കും. അപ്പോൾ കുറച്ചും കൂടെ ഇടും. ആ കല്ലുപ്പാണ് ഇടൽ. മതി. കല്ലുപ്പ് ഇട്ട് നന്നായി ഇളക്കി, ലേശം പിന്നെ കായം കുറച്ച് ഇതിലിടുന്നുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് താളിക്കുമ്പോൾ കുറച്ചും കൂടെ കായമിട്ട് മൂപ്പിച്ചിട്ട് ഒന്നും കൂടെ ഇട്ട് കൊടുക്കണം. സാമ്പാർ പൊടി ഇട്ടു, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അതെല്ലാം ഇട്ട് നന്നായി ഇളക്കിയതിന് ശേഷം ഈ പരിപ്പും കുറച്ച് പുളിയും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ പുളിയും പരിപ്പ് പിഴിഞ്ഞതും കൂടെ ഇതിൽ ഒഴിച്ച് കൊടുക്കും. ശേഷം നന്നായി ഇളക്കി മൂടി വെക്കുക. നന്നായിട്ട് ഇളക്കി ഇന്ന് ഐദിൻ്റെ എന്നുള്ള പാചകമാണ്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ഉണ്ടാകും നോക്കാമല്ലോ. അപ്പോൾ സാമ്പാർ ഇവിടെ റെഡിയായി. അതിന് ശേഷം കുക്കറിൽ മൂടി ഒരു വിസിൽ മതി. ഒരൊറ്റ വിസിലിട്ട മൂടി വെച്ചിട്ട് പിന്നെ നന്നായിട്ട് കടുക് വറുക്കുക. കടുക്, പിന്നെ വേപ്പില, ഉണക്കമുളക് ഒക്കെ ഇട്ട് നന്നായി വറവിട്ടിട്ട് അതിൽ കുറച്ച് സാമ്പാർ പൊടി വീണ്ടും ആഡ് ചെയ്ത് കുറച്ച് കായപ്പൊടി ഇട്ട് നന്നായിട്ട് വറവിട്ട് ഇതിൽ ഒഴിക്കുക. അതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടാൽ സാമ്പാർ അടിപൊളി.